ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ജൂൺ 4 മോൻ ആദ്യമായിട്ട് നഴ്സറിയിൽ പോണ ദിവസം. അപ്പം ഇന്ന് വലിയ പ്രശ്നം ഉണ്ടാവില്ല, കാരണം ഇന്ന് നമ്മളെ കൂടെ സ്കൂളിലോട്ട് പോകണം. അവരുടെ കൂടെ ഇരുന്ന് പാരൻസും കിഡ്സും തമ്മിൽ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നാളെ മുതലായിരിക്കും യഥാർത്ഥത്തിലുള്ള ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. കരച്ചിലും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കും നല്ല ടെൻഷനും സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ അവനാണെങ്കിൽ ഉണ്ടാവും, കാരണം ഇതുവരെ നമ്മുടെ അടുത്ത് നിന്ന് മാറി നിന്നിട്ടില്ലല്ലോ. ഇതൊക്കെ സ്വാഭാവികം, എല്ലാ കുഞ്ഞിനും അമ്മക്കും അച്ഛന്മാർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്. പക്ഷെ നമുക്ക് വരുമ്പോഴാണ്, എല്ലാവർക്കും ഉണ്ടെങ്കിലും നമുക്ക് വരുമ്പോഴാണ് നമ്മളത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും 1 മണിക്കൂർ മാത്രമേ ക്ലാസ് ഉള്ളൂ. നെക്സ്റ്റ് വീക്ക് മുതൽ 2.5 മണിക്കൂറായിട്ടാണ് ക്ലാസ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഓൾറെഡി ഇന്നലെ ഉറങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാളെ നമുക്ക് സ്കൂളിലോട്ട് പോകണം, നേരത്തെ എഴുന്നേൽക്കണം, ബ്രഷ് ചെയ്യണം, കുളിക്കണം, വാശി പിടിക്കരുത് എന്നൊക്കെ. ചിലപ്പം അതനുസരിച്ച് എഴുന്നേൽക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്, കാരണം ഇന്നൊക്കെ ഫസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ അറിയില്ല, നാളെയും എഴുന്നേൽക്കും, നാളെയും നമ്മളും കൂടെ ഉണ്ടാവുമെന്ന് വെച്ചിട്ട് എഴുന്നേൽക്കാൻ ചാൻസ് ഉണ്ട്, കുറേ കുട്ടികളും കളിക്കാൻ പോകണമെന്ന് വെച്ചിട്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം ഇതാ എഴുന്നേറ്റിട്ട് ജസ്റ്റ് ഒരു നടത്തൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇനി വേണം ബ്രേക്ക്ഫാസ്റ്റ് കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വലിയ മഴയൊന്നുമില്ല. അത്യാവശ്യം നമ്മുടെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്, വലിയ മഴയൊന്നുമില്ല. അതെന്തായാലും നന്നായി, കാരണം ഇന്ന് നല്ല മഴയുണ്ടെങ്കിൽ, ഫസ്റ്റ് ഡേ സ്കൂളിൽ ഇപ്പോൾ നമുക്ക് മഴയുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മടിയാണല്ലോ. കുഞ്ഞാണെങ്കിലും മൊത്തം നനയും, അതൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഴയൊന്നും ഇന്നില്ല എന്നാണ് തോന്നുന്നത്, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അന്തരീക്ഷം വെച്ചിട്ട്. അങ്ങനെ ഞാൻ നേരെ കിച്ചണിൽ പോയിട്ട് ഒരു ചായ ഉണ്ടാക്കി കുടിച്ചു. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ചായ കൂടി നിർത്തിയിട്ടുണ്ടെന്ന്, പക്ഷേ അതിൻ്റെ ഭാഗത്ത് എനിക്ക് ചെറിയ തലവേദന ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് സ്ട്രെയിൻ എടുക്കേണ്ട ദിവസമാണല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ മോൻ്റെ പാത്രങ്ങളൊക്കെ സ്റ്റെറിലൈസൊക്കെ ചെയ്തു. അതിനുശേഷം വിളക്കൊക്കെ വെച്ചു. ഇനിയാണ് ഏറ്റവും വലിയ ചടങ്ങ്. ഞാൻ ഇന്നലെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് എഴുന്നേൽക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എന്നാലും വലിയ രീതിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് നേരെ സോഫയിൽ കിടന്നു. പിന്നെ സോഫയിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാണ്. അപ്പം ഞാൻ ബാഗൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു, നമുക്ക് സ്കൂളിൽ പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ ഒട്ടും ഓക്കെ അല്ല. അങ്ങനെ ഞാൻ തിരിഞ്ഞിരുന്നിട്ട് ഞാൻ പറയുന്ന ഓരോന്ന് കേട്ട് എന്നെ നോക്കി ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫൈനലി പിന്നെ അവനൊന്ന് സെറ്റായി റെഡിയാവാൻ വന്നു കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് കുളിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിൽ പെട്ടെന്നായിരുന്നു, കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തത് അവനിഷ്ടം കെലോഗ്സ്, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കെലോഗ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാകുമ്പോൾ കഴിക്കുമല്ലോ ആദ്യ ഡേയിലെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ബൈൻഡ് ചെയ്ത ബുക്കിൻ്റെ നെയിം സ്ലിപ്പിൽ പേര് എഴുതിയായിരുന്നു അച്ഛൻ. മോനോട് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അവൻ അവിടെ പൂജാമുറിൻ്റെ മുന്നിൽ നിന്നിട്ട് വല്ലാത്ത ഡാൻസുകളൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് സ്കൂളിലോട്ടെത്തി. അവിടെ അവർ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ മാമൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ശരിക്കും അച്ഛനും അമ്മയും പോകാമെന്ന് വിചാരിച്ചിട്ടില്ല, മീൻസ് ഞാനും ഏട്ടനും പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ എത്തിയപ്പോൾ എല്ലാവരും, അധികം ആൾക്കാരും അമ്മ, കുഞ്ഞ്, അച്ഛൻ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ നമ്മളവിടെ നിന്നിട്ട് ഓരോ ഫോട്ടോസൊക്കെ എടുക്കാൻ അവർ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ മോനാണെങ്കിൽ എന്താണെന്നറിയില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞ പോലെ വലിയ ടെൻഷനില്ല, ബിക്കോസ് നമ്മൾ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ നാളെയാണ് യഥാർത്ഥത്തിൽ ഒരു അവറായിട്ട് ക്ലാസ് ഉണ്ട്. അങ്ങനെ 2 ദിവസം കൂടെ 1 അവർ, പിന്നെ അങ്ങോട്ട് റെഗുലർ ക്ലാസ്. അങ്ങനെ പിന്നെ നമ്മൾ ഏട്ടൻ തിരിച്ചു പോയി. ഞാൻ അവിടെ ഇരുന്നിട്ട് കുറച്ച് സമയം നമ്മുടെ അമ്മയും കുഞ്ഞും, അല്ലെങ്കിൽ അച്ഛനും കുഞ്ഞും ഇരുന്നിട്ട് ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു. നമുക്കുണ്ടായത് ഫസ്റ്റ് നമ്മുടെ ഫ്ലവർ മേക്കിംഗ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ പേപ്പർ കട്ടിങ്ങിൻ്റെ സ്റ്റെമ്പ്, ലീഫ് അതൊക്കെ തന്നിട്ട് നമ്മൾ കുട്ടികളെ വെച്ചിട്ട് ഗമ്മ് വെച്ചിട്ട് അതിങ്ങനെ ആക്കിയിട്ട് മൈ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ ക്രാഫ്റ്റ്. പിന്നെ ഇതുപോലെ ഒരു A4 പേപ്പറിൽ നമ്മുടെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും സ്കൂളിൻ്റെ പേര് അങ്ങനെയൊക്കെ. എന്നിട്ട് കുട്ടികളുടെ കയ്യിൽ 2 കളറ് ബ്ലൂ ആൻഡ് റെഡ് ഉണ്ടായിരുന്നു. അപ്പം ഏത് കളറാണോ അവർക്കിഷ്ടം അത് വെച്ചിട്ട് അവർ ഹാൻഡ് പ്രിൻറ്റ് ചെയ്യിക്കുക, അതൊക്കെയായിരുന്നു. അപ്പം മോനെ സംബന്ധിച്ചിട്ട് അവന് ഞാനല്ലാണ്ട് വേറെ ആരെങ്കിലും തൊടുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനോട് ഓരോ കുട്ടികളെ കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, അതുപോലെ ചെയ്യണം, പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു. പിന്നെ അവിടെ നിന്നൊരു ബലൂണും പിടിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ടെത്തി. അപ്പം ഇന്ന് അമ്മ സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു എന്തായാലും വെറുതെ ഉണ്ടാക്കിയതാണ്, അപ്പം നീ സ്കൂളിൽ പോകണതല്ലേ, അപ്പോൾ അവന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇഷ്ടമായിട്ട് കഴിച്ചോട്ടെ എന്ന് സത്യം പറഞ്ഞാൽ അവൻ കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നല്ലോ. വന്ന ശേഷം നമ്മളിവിടെ ഗീ റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായി, അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ കഴിക്കേണ്ട സമയമാകുമ്പോഴേക്കും നിവു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ വയറൊക്കെ ഫുള്ളായിരുന്നു. പക്ഷെ ചോറും ഇത് കഴിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് നേരത്തെ എഴുന്നേറ്റു, അതൊക്കെ കൂടി രാവിലെ കുളിച്ചു, അതൊക്കെ കൂടിയിട്ട് നല്ല ഉറക്കം വന്ന് കരയാൻ തുടങ്ങി ഫുഡിൻ്റെ മുന്നിൽ. അപ്പം പിന്നെ വിചാരിച്ചു എഴുന്നേറ്റിട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ പിന്നെ അവനിപ്പോൾ ഉറങ്ങി. അപ്പോൾ എനിക്ക് പിന്നെ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും വർക്കിന് കയറണം. അപ്പോൾ നാളെയാണ് നമ്മുടെ മെയിൻ ഡേ. അപ്പം നാളെ എന്താവും എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ഇങ്ങനെയായിരുന്നു. വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ നാളത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ടാറ്റാ ബൈ.